ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോക്കനട്ട് ദോശയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അരി തലേ ദിവസം അരച്ചും വെക്കണ്ട, അതുപോലെ തന്നെ ഇതിൽ ഉഴുന്നും ബേക്കിംഗ് സോഡയും ഈസ്റ്റും ഇനോയും ഒന്നും തന്നെ ചേർക്കാതെ വളരെ രുചികരമായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറിയുടെ റെസിപ്പി കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പഞ്ഞി പോലെയുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം ഈ അരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഈ അരി ഒരു 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഈ അരിയിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഇവിടെ അടച്ച് വെക്കുകയാണ്. ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും ഈ അരി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഈ അരി ഒരു 4 മണിക്കൂറിന് ശേഷം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയിലെ വെള്ളം മുഴുവനും കളഞ്ഞെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാനിതിലെ വെള്ളം മുഴുവനും കളഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2 ബാച്ചായിട്ടാണ് കേട്ടോ ഈ അരി അരച്ചെടുക്കുന്നത്. ഞാനിതിൽ നിന്നും പകുതി അരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ള അരിയുടെ ചോറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മട്ട അരിയുടെ ചോറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ വെള്ള അരിയുടെ ചോറ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അപ്പം നല്ല വെള്ള കളറിൽ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. പിന്നെ ഇതിലേക്ക് തേങ്ങാവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 2 തേങ്ങയുടെ വെള്ളം ഉണ്ട് കേട്ടോ. തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരി അരച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ടല്ല, ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുക്കുമ്പോൾ 1-2 പ്രാവശ്യം നിർത്തിയിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാനിത് കുറച്ച് തിക്കായിട്ട് കുറച്ച് തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള അരിയും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മളെടുത്ത അരി മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരി അരച്ചെടുത്തതുപോലെ കുറച്ച് തരിയോട് കൂടിയിട്ട് ഇതും അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇതും ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു തവി കൊണ്ട് ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് നേരം ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് ഇതുപോലെ തവി കൊണ്ട് പൊക്കി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ മാവിൽ ഒരുപാട് ബബിൾസ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മാവ് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായി കിട്ടും. അപ്പോൾ ഞാൻ ഈ മാവ് ഒരു 10 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഈ മാവിൽ നിറയെ ബബിൾസൊക്കെ. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ മാവ് ഒരു 5-6 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ മാവ് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായി കിട്ടാനുള്ള ടിപ്പാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ തട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് വെച്ച പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഇഡ്ഡലി ചെമ്പ് അടച്ച് വെച്ചാൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ മാവ് ഫെർമെൻ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു മാവ് ഫെർമെൻ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക.
അതിനുശേഷം ഈ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തെടുത്തതും പിന്നെ ഒരു വലിയൊരു സവാള കട്ട് ചെയ്തതും പിന്നെ 2 പൊട്ടാറ്റോ കട്ട് ചെയ്തതും ചെറിയൊരു ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊരുപാട് വെള്ളത്തിലുണ്ടാക്കിയെടുക്കരുത് കേട്ടോ. ഇത് കുറഞ്ഞ വെള്ളത്തിലുണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊരു 3 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയിട്ട് ഇതിലെ പൊട്ടാറ്റോയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പൊട്ടാറ്റോ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുമ്പോൾ ഈ കറി നല്ല തിക്കായിട്ട് കിട്ടും. ഇപ്പം ഞാനിതിലെ പൊട്ടാറ്റോയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരല്പം കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസൂരി മേത്തി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി കസൂരി മേത്തി നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താലും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മല്ലിയിലും കസൂരി മേത്തിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം ഈ കറിയിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം ഈ വറവ് ചൂടോട് കൂടിയിട്ട് തന്നെ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് ചപ്പാത്തി, നൂലപ്പം, വെള്ളപ്പം എന്ന് വേണ്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ കറി ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ പൊട്ടാറ്റോ കൊണ്ട് ഇതുപോലെ ഒരു സ്റ്റ്യൂ നിങ്ങളും ഉണ്ടാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ഈ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 55 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് ഈ ഇഡ്ഡലി ചെമ്പിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കാം. നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ മാവ് പൊങ്ങി വരുന്നത് പോലെ ഈ മാവ് ഒരുപാട് അങ്ങോട്ട് പൊങ്ങി വരുന്നില്ല കേട്ടോ. എന്നാലും ഈ മാവിൽ നല്ലതുപോലെ ബബിൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ട 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ മാവിൽ നല്ല ബബിൾസൊക്കെ വന്നിട്ട് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ബബിൾസ് ഒന്നും പൊട്ടിച്ച് കളയരുത് കേട്ടോ. ഇപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് അപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചട്ടിക്ക് നല്ലതുപോലെ ചൂടുണ്ടായാൽ മാത്രമല്ലോ കേട്ടോ അപ്പത്തിന് ഇതുപോലെ ഹോൾസ് വരുള്ളൂ. അടച്ച് വെച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ. ഇനി നിങ്ങൾക്കിതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റാം. കണ്ടോ, ഈ അപ്പത്തിന് നല്ല ഹോൾസൊക്കെ വന്നിട്ട് ഈ അപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ അപ്പം ചുട്ടെടുക്കുക. നമ്മൾ തലേ ദിവസം അരി അരക്കാൻ മറന്നു പോകുന്ന ദിവസങ്ങളിലും അതല്ലെങ്കിൽ ഉഴുന്നില്ലാത്ത സമയത്തൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മാവ് കൊണ്ട് മുഴുവനും അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഉഴുന്നും ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഈ അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.
അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.